വെൽക്കം ടു ഫിൽമി ടോക്സ്. നമ്മളിന്ന് പുതിയൊരു പരിപാടി തുടങ്ങുകയാണ്. ഈ പരിപാടി ഇനി തുടരും. അതെ, തുടരും സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് എന്തുകൊണ്ട് തുടരും എന്നൊന്ന് നോക്കാം. അതായത് ഇതിനു മുന്നേ രണ്ട് സൂപ്പർ സിനിമകൾ ചെയ്ത സംവിധായകൻ തരുൺ മൂർത്തി. ആദ്യത്തെ പടം ഓപ്പറേഷൻ ജാവ, രണ്ടാമത് ചെയ്ത പടം സൗദി വെള്ളയ്ക്ക. ഓപ്പറേഷൻ ജാവ എന്നാൽ ഞാൻ അന്ന് തിയേറ്ററിൽ കണ്ട പടമാണ്. അത് കണ്ടപ്പോൾ തന്നെ ഇമോഷൻസ് പുള്ളി ഹാൻഡിൽ ചെയ്യുന്ന രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ചൊക്കെ റിലേറ്റബിളും ആയിരുന്നു ആ പടം. അതുപോലെ തന്നെ രണ്ടാമത് സൗദി വെള്ളക്കയിലോട്ട് വന്നാൽ നാഷണൽ അവാർഡ് വരെ കിട്ടിയ പടമാണ്. അതൊക്കെ കണ്ട് തിയേറ്ററിൽ നിന്ന് കരഞ്ഞ് മെഴുകിയാണ് ഇറങ്ങി വന്നത്. അപ്പം ഇമോഷൻസ് വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ഒരു ഡയറക്ടറാണ് തരുൺ മൂർത്തി എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പുതിയ ഡയറക്ടർ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ന്യൂ ജനറേഷൻ ഡയറക്ടറുടെ കയ്യിൽ ലാലേട്ടനെ പോലൊരു സ്റ്റാർ ചെന്ന് പെട്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് തന്നെയാണ് ഈ പടം കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്. എന്തുകൊണ്ട് തുടരും എന്ന് ചോദിച്ചാൽ, ഒരു തരുൺ മൂർത്തി പടത്തിൽ ലാലേട്ടൻ വരുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ. മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് എനിക്ക് തോന്നുന്നു 2012-13 സമയത്ത് കണ്ടാണ് ഞാൻ ബെൻസ് വാസു എന്ന് പറഞ്ഞൊരു ടൈറ്റിലും അതിൽ ലാലേട്ടൻ ഒരു പടം ചെയ്യുന്നു. ജോഷി സാറുമായിട്ടായിരുന്നു അന്ന് കേട്ടത്. എൻ്റെ ഓർമ്മയെന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. ആ സമയത്ത് കേട്ടതാണ്, അങ്ങനെ ഒരു വാർത്ത, അങ്ങനെ ഒരു റൂമർ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു 2015-16 ആ സമയമായപ്പോഴത്തേക്കും നമ്മുടെ വടക്കൻ സെൽഫിയുടെ ഡയറക്ടർ ജി പ്രജിത്ത് ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ ലാലേട്ടൻ ഇങ്ങനെ അഭിനയിക്കുന്നു. അതും ഈ ബെൻസ് വാസു എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ അവിടെ പറഞ്ഞു കേട്ടൊരു പ്രോജക്റ്റ് ആയിരുന്നു. പക്ഷേ അത് നടന്നില്ല. പിന്നീട് കേട്ടത് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ ഡയറക്ടർ മധു സി നാരായണൻ ലാലേട്ടനെ വെച്ച് ഈ ബെൻസ് വാസു ചെയ്യുന്നു. അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിലാണെന്ന് കേട്ടു. ഏറ്റവും ഒടുവിലാണ് തരുൺ മൂർത്തി ഈ പടം ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിലോട്ട് വരുന്നത്. പക്ഷെ അപ്പോഴിത് അന്ന് 2012-13 സമയത്ത്, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ കേട്ട ഒരു ബെൻസ് വാസു ആണോ അല്ലയോ എന്നുള്ളൊരു ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അത് തന്നെയാണ്. കാരണം അതിനുള്ള നമുക്കത് മനസ്സിലാക്കാനുള്ള സാധനങ്ങളൊക്കെ പടത്തിലുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ തുടരും കാണാൻ വേണ്ടി തിയേറ്ററിൽ കയറിയത്. ഇനി സിനിമയിലേക്ക് വന്നാൽ ഫസ്റ്റ് ഷോ തന്നെയാണ് കണ്ടത്. രാവിലെ 10 മണിക്ക് കേരളത്തിൽ തുടങ്ങിയ ആദ്യത്തെ ഷോ തന്നെയാണ് കണ്ടത്. തിരുവനന്തപുരം ഏരീസ് ഫ്ലെക്സ് തിയേറ്ററിൽ മിൽമയുടെ ഒരു കൗണ്ടർ വെളിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തുടരും പോസ്റ്ററൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് പതുക്കെ തിയേറ്ററിലോട്ട് കയറി. ഒരു ചില സിനിമകളുണ്ട്, നമ്മൾ ആദ്യം ഒരു വിഷ്വൽ നമ്മളെ കാണിക്കും, എന്നിട്ട് അതൊരു സസ്പെൻസിൽ നിർത്തിയിട്ട് എന്താണ് ആ സംഭവം എന്ന് പടത്തിൻ്റെ ക്ലൈമാക്സിലായിരിക്കും റിവീൽ ചെയ്യുക. അതിൽ ചില സിനിമകളിൽ അതിൻ്റെ ഇൻ്റർവെൽ ബ്ലോക്കിലായിരിക്കും റിവീൽ ചെയ്യുക. അപ്പോൾ അതുപോലെ എന്തോ ഒരു സംഭവം സംഭവിക്കുന്നു എന്നുള്ളൊരു തുടക്കത്തിൽ നിന്ന് നേരെ നമ്മുടെ കഥയ്ക്കുള്ളിലേക്ക് കടക്കുകയാണ്. കഥയിലേക്ക് കടക്കുമ്പോൾ ഞാൻ കൂടുതൽ കഥയെക്കുറിച്ചൊന്നും അങ്ങനെ പറയുന്നില്ല, സിനിമയെക്കുറിച്ച് പറയാം. നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ലാലേട്ടനുണ്ട്. പലരും പഴയ ലാലേട്ടൻ എന്നൊക്കെ പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ലാലേട്ടൻ്റെ അവസാനത്തെ പടം വന്നിട്ട് വർഷങ്ങളായി, ഡീക്കേഡ്സ് ആയി എന്നൊക്കെ പറയുന്നവരുണ്ട്. അവർക്ക് നേരൊന്നും കണ്ടിട്ടില്ലേ, ബ്രോഡാഡി ഒന്നും കണ്ടിട്ടില്ല. ഞാൻ നല്ല പടങ്ങളൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്, ദൃശ്യം കണ്ടിട്ടില്ലേ, വന്നിട്ടൊക്കെ ഉണ്ട്. എന്നാലും എല്ലാ നടന്മാർക്കുള്ള ഓരോരു മോശം സമയം നല്ല സമയം മാറി വരും. ഓക്കെ, അത് നമുക്ക് വിടാം. എനിവേ, പടത്തിലോട്ട് കടന്നാൽ, വെൻ എലഫന്റ് വാക്സ് ദി ഫോറസ്റ്റ് വാക്ക് വിത്ത് ദം എന്നൊരു സേയിങ് ഉണ്ട്. അപ്പോൾ ആ സേയിങ് തുടക്കത്തിൽ കാണിച്ചിട്ടാണ് പടം തുടങ്ങുന്നത്. ഒരു ആന, ഒരു എലഫൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ലാലേട്ടൻ്റെ ക്യാരക്ടർ. നമ്മൾ മുന്നേ നരസിംഹത്തിൽ കണ്ടിട്ടുണ്ട്. ലാലേട്ടൻ ഒരു ഷാജി കൈലാസ് ഒരു സിംഹമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് കുറേ ഷോട്ട്സ് ഒക്കെ അതിലുണ്ട്. അതുപോലെ ലാലേട്ടൻ ഒരു എലഫൻറ്റിൻ്റെ ഒരു ക്യാരക്ടറാണ് കൊടുത്തിരിക്കുന്നത് തരുൺ മൂർത്തി ഈ സിനിമയിൽ. ഈ സിനിമയുടെ തുടക്കം കണ്ടപ്പോൾ എനിക്കൊരു സത്യനന്ദിക്കാട് വൈബാണ് അടിച്ചത്. അങ്ങനെ ഒരു സത്യനന്ദിക്കാട് വൈബിൽ തുടങ്ങി ചെറിയ ചെറിയ തമാശകളും പാട്ടും റൊമാൻസും ഫാമിലി ഇമോഷൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ട് പതുക്കെ ഒരു ജോഷി സാർ പടമില്ലേ പഴയ ചില, ആ ഒരു ട്രാക്കിലോട്ട് ചെറിയൊരു ഷിഫ്റ്റ്, കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ്സ്, പോലീസ് സ്റ്റേഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് ഒരു ജോഷി സാർ ലൈനിൽ ഇങ്ങനെ പോയിട്ട് അവിടെ നിന്ന് പഴയ ഒരു വിൻറ്റേജ് ഷാജി കൈലാസ് മൂഡ് പിടിക്കുന്നുണ്ട് പടം. അത്തരത്തിൽ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് നമ്മൾ അതുവരെ കണ്ടുവന്ന ഇത്തിരിയൊക്കെ റിയലിസ്റ്റിക് ആയിരുന്ന ഒരു പടത്തിനെ ഒരല്പം മേലെ കയറിയിട്ട് ഒരു സിനിമാറ്റിക് ലിബർട്ടി എടുത്തുകൊണ്ട് തന്നെ തരുൺ മൂർത്തി ചില സീൻസ് ഒരുക്കിയിട്ടുണ്ട് സിനിമയിൽ. അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു പഴയ ഷാജി കൈലാസ് സിനിമകളിലൊക്കെ നമ്മൾ കണ്ട തരത്തിലാണ് ലാലേട്ടനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നതും പടം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതും. അങ്ങനെ സത്യനന്ദിക്കാടിൽ തുടങ്ങി ജോഷി സാറിലൂടെ ഷാജി കൈലാസിലെത്തി, പിന്നീടൊരു ജിത്തു ജോസഫ് ലൈനിൽ പോയി. പക്ഷേ അവിടെ ദൃശ്യം എന്ന സിനിമയുടെ യാതൊരു ലാഞ്ചനയും വരാതിരിക്കാൻ നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് അങ്ങനെ ഫിൽട്ടർ ചെയ്ത് മാറ്റിയിട്ടാണ് ഈ പടം വന്നത്. നമുക്ക് ഓരോ സീൻസ് കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും. അതായത് ദൃശ്യവുമായിട്ട് യാതൊരു സാമ്യവും തോന്നരുത് എന്നുള്ളൊരു നിർബന്ധം
നമുക്ക് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലൊക്കെ പല സീൻസിലും നമുക്ക് കാണാം. അങ്ങനെ ഒരു ജിത്തു ജോസഫ് ലൈനിൽ പോയിട്ട് നമ്മുടെ രാജുവേട്ടൻ സ്റ്റൈലിൽ, അതായത് എമ്പുരാൻ എടുത്ത രാജുവേട്ടനല്ല, ലൂസിഫർ എടുത്ത രാജുവേട്ടനില്ല, അതായത് ലാലേട്ടനെ എങ്ങനെ സ്ക്രീനിൽ പ്രസന്റ് ചെയ്യണമെന്ന് അറിയാമായിരുന്നൊരു രാജുവേട്ടൻ, ആ ഒരു എന്താ ഒരു ഓറ അല്ലെങ്കിൽ പുള്ളിയുടെ ചില ക്ലോസ് ഷോട്ട്സ് ഒക്കെ രാജുവേട്ടൻ കമ്പോസ് ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു ലൂസിഫറിൽ. ആ ഒരു സ്റ്റൈലിലോട്ട് തുടരും എത്തുന്നുണ്ട് അതിൻ്റെ അവസാന ഭാഗങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് ഒക്കെ ആവുമ്പോഴത്തേക്കും. അങ്ങനെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഒരു സത്യനന്ദിക്കാട് വൈബിൽ തുടങ്ങി ജോഷി സാർ ട്രാക്ക് പിടിച്ചിട്ട് അവിടെ നിന്ന് പതിയെ ഷാജി കൈൽ ആ സ്റ്റൈൽ കയറി ജിത്തു ജോസഫിനെ ഒന്ന് തൊട്ട് തലോടി ഒരു ലൂസിഫർ പൃഥ്വിരാജ് സ്റ്റൈലിൽ ലാലേട്ടനെ പ്രസന്റ് ചെയ്ത് നിർത്തിയ ഒരു പടമാണ് തുടരുമെന്നാണ് എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ തോന്നിയത്. ഇനി ഈ സിനിമയിലെ പെർഫോമൻസസിനെ പറ്റി പറയുകയാണെങ്കിൽ ലാലേട്ടൻ ഒന്നും പറയാനില്ല. പുള്ളിയുടെ ഈ നഖങ്ങൾ അഭിനയിക്കും, വിരലുകൾ അഭിനയിക്കും, കണ്ണുകൾ അഭിനയിക്കും എന്ന് പറയുന്ന പോലെ ലാലേട്ടനിലെ ആ ഒരു സ്റ്റാർ, മോർ ദാൻ സ്റ്റാർ, ആ ഒരു ആക്ടറിനെ നമുക്ക് കൊതി തീരുവോളം ഇങ്ങനെ സ്ക്രീനിൽ കാണാം. അതിനുള്ള സംഭവങ്ങളൊക്കെ തരുൺ മൂർത്തി ചെയ്തു വെച്ചിട്ടുണ്ട് സിനിമയിൽ. എനിക്കിത് പറയുമ്പോൾ തന്നെ രോജം വരുന്നു. പുള്ളിയുടെ ഐസിൻ്റെ ക്ലോസ്, ഫേസിൻ്റെ ക്ലോസ് ഷോട്ടുകൾ, എമ്പുരാനിലൊക്കെ ചില ക്ലോസുകളൊക്കെ കണ്ടപ്പോൾ ശരിക്കും സങ്കടം വന്നു. പക്ഷെ ആ ഒരു സങ്കടമൊക്കെ ഇതിൽ മാറ്റിയിട്ടുണ്ട്. പിന്നെ ശോഭന, ആ ഒരു തരുൺ മൂർത്തി നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ലാലേട്ടനെയും ശോഭനയും ഇൻ്റർവ്യൂസിനൊന്നും കൊണ്ടുവന്ന് ഇരുത്താത്തത് അവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ഇല്ല, അത് ഫ്രഷ് ആയിട്ട് നമ്മൾ സ്ക്രീനിൽ കണ്ട് ആസ്വദിക്കണം. അല്ലാതെ അവർ ഇൻ്റർവ്യൂസിലേക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടുമെന്ന് പറയില്ലേ. മികച്ച തീരുമാനം, അതൊരു വമ്പൻ തീരുമാനമായിരുന്നു. കാരണം നമ്മൾ ആ സ്ക്രീനിൽ കാണുമ്പോൾ ഈ ലാലേട്ടൻ ശോഭന കോമ്പിനേഷൻ മാത്രമല്ല, മറ്റു പല ചെറിയ സർപ്രൈസ് എലമെൻറ്റ്സ് സിനിമയിലുടനീളം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അത് പലതും ട്രെയിലറിലോ ടീസറിലോ അല്ലെങ്കിൽ ഒന്നിലും നമുക്ക് യാതൊരു പിടുത്തവും ഇല്ലാത്ത ഒരുപാട് കുഞ്ഞു സാധനങ്ങൾ, വലിയ ട്വിസ്റ്റോ വമ്പൻ സംഭവങ്ങളോ ഒന്നുമല്ല, കുഞ്ഞു സാധനങ്ങൾ നമുക്ക് ഒരു ചെറിയൊരു ചിരി വരുന്ന അല്ലെങ്കിൽ ആന്നൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നിക്കുന്ന, അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് കൈയടിക്കുന്ന ചെറിയ കുഞ്ഞു സാധനങ്ങൾ ഒരു 10-15 മിനിറ്റ് ഇൻ്റർവെൽ വിട്ട് ഇങ്ങനെ കൊരുത്ത് വെച്ചിട്ടുണ്ട് സിനിമയിൽ. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. അങ്ങനത്തെ കുഞ്ഞു സാധനങ്ങൾ, കുഞ്ഞു എക്സൈറ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ ഭയങ്കര രസമായിരുന്നു. നമ്മൾ അത്രയ്ക്കും എൻഗേജ്ഡ് ആയിട്ട് ഇരുത്താൻ ഈ ഒരു ഇൻപുട്ട് ഒരുപാട് സഹായിച്ചു സിനിമയിൽ. വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിലെ കാസ്റ്റിനെ പറ്റി പറഞ്ഞാൽ തന്നെ അതൊരു സ്പോയിലറായി പോകുന്ന എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഒന്നും അറിയാതെ, നമ്മൾ ആ ദിവസം ഒന്നും അറിയാതെ പോയി കാണുന്നില്ല. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു സന്തോഷമൊക്കെ നിങ്ങൾക്കും കിട്ടണമെങ്കിൽ ഞാൻ പറയുന്ന ഒന്നും കാണാതെ, ഒരു റിവ്യൂ, ഒരു പോസ്റ്റ് ഒന്നും വായിക്കാതെ, ഒന്നും കാണാതെ ഫ്രഷ് മൈൻഡോടെ പോയി കണ്ടാലാണ് പടം കൂടുതൽ ആസ്വാദ്യകരമാവുക എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ കൂടുതൽ അതിൻ്റെ കഥയിലോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടേഴ്സിലോട്ടോ ഒന്നും കടക്കാത്തത്. പക്ഷേ അപ്പോഴും നമുക്ക് ഒരാളെ പറയാതെ പോകാൻ പറ്റി, പ്രകാശ് വർമ്മ. പുള്ളി എന്താ പറയുക, പ്രകാശ് വർമ്മ എന്ന് പറയുന്നത് അറിയായിരിക്കുമല്ലോ, പലർക്കും അറിയായിരിക്കും. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആർട്ട് ഫിലിം ഡയറക്ടറാണ് പുള്ളി. നമ്മൾ കണ്ട് ഒരുപാട് ആസ്വദിച്ചിട്ടുള്ള പല പരസ്യങ്ങളും, ഓഡഫോണിൻ്റെ സൂസു പരസ്യം, ഹച്ചിൻ്റെ മറ്റേ പട്ടി പറയോടുന്ന പരസ്യം, പഗ്, ആ പരസ്യങ്ങളൊക്കെ പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പം പുള്ളി ഇൻ്റർവ്യൂസൊക്കെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് ആളെ പിടികിട്ടിയില്ല. പിന്നീടാണ് മനസ്സിലായത് പ്രകാശ് വർമ്മയായിരുന്നു. പുള്ളി ഗംഭീര പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഗംഭീര പെർഫോമൻസ്, ഒന്നും പറയാനില്ല, ഗംഭീര പെർഫോമൻസ്. നമ്മൾ ഒരുപാട് സിനിമകളിൽ നമ്മൾ ഇത്തരം ക്യാരക്ടേഴ്സ് ഒരുപാട് പേര് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം സിദ്ദിഖ് അല്ലെങ്കിൽ സായികുമാർ അല്ലെങ്കിൽ റഹ്മാൻ, അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യേണ്ട ഒരു റോളായിരുന്നിരിക്കാം ചിലപ്പോൾ. റഹ്മാനൊക്കെ തമിഴിലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മുടെ ബിജു മേനോൻ, അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്ത് വന്ന ഒരു ക്യാരക്ടറാണത്. പക്ഷേ അത് പ്രകാശ് വർമ്മ എന്നൊരു നടനിലേക്ക് എത്തിയപ്പോൾ പുള്ളി ആ ക്യാരക്ടറിനെ ലിഫ്റ്റ് ചെയ്തൊരു രീതിയുണ്ട്. ഈ സിനിമയിൽ തന്നെ പുള്ളിയുടെ ഒരു ഡയലോഗ് ഉണ്ട്, ഇതെൻ്റെ കഥയാണ്, ഇതിൻ്റെ നായകൻ ഞാനാണെന്നൊരു ഡയലോഗ് പുള്ളി പറയുന്നുണ്ട്. അത് 100% സത്യമാണ്. ഇത് ശരിക്കും പറഞ്ഞത് പുള്ളിയുടെ പടമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പുള്ളിയുടെ ഒരു വേൾഡിലോട്ട് ലാലേട്ടൻ വന്ന് കയറുന്നതായിരിക്കാം എന്ന്. അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് പ്രകാശ് വർമ്മ ഈ സിനിമയിൽ പെർഫോം ചെയ്തത്. ഒരു എന്താ പറയുക, നമ്മൾ അങ്ങനെ അധികം കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു പെർഫോമൻസ്. ആ ക്യാരക്ടറൈസേഷനും ഭയങ്കര രസമാണ്. പ്രകാശ് വർമ്മയുടെ മാത്രമല്ല, സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ക്യാരക്ടറൈസേഷനും വേൾഡ് ബിൽഡിങ്ങും ഒക്കെ ഭയങ്കര രസമാണ്. അതായത് ചില ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് ആദ്യം വേറൊരു രീതിയിലായിരിക്കും നമ്മുടെ മൈൻഡിലോട്ട് ഒരു പറച്ചിലൂടെ അയാളിങ്ങനെ ഇത്തരത്തിലുള്ള ഒരാളാണ് എന്നിങ്ങനെ പറഞ്ഞു വയ്ക്കാം. അപ്പോൾ നമ്മൾ ഏതോ ഒരു ക്യാരക്ടർ എന്ന് വിചാരിക്കും. പിന്നീട് അയാൾക്കൊരു എൻട്രി വരും, ഓക്കെ ഇന്ന ആളാണ്. പിന്നീടാണ് ഓരോ ഇത് ഞാൻ ഒരാളുടെ കാര്യം പറയുന്നില്ല, എല്ലാ ക്യാരക്ടേഴ്സും ഇങ്ങനെയാണ്. പോകെയാണ് നമുക്ക്
ഇയാളുടെ ഉള്ളിൽ ഇത്രയും ലേയേഴ്സ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് റിവീൽ ചെയ്ത് വരുന്ന ഗംഭീരമായിട്ടുള്ള സ്ക്രിപ്റ്റാണ് സിനിമയുടേത്. കെയർ സുനിലാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. പുള്ളി എനിക്ക് തോന്നുന്നു ഫോട്ടോഗ്രാഫർ ആയിരുന്നു, ഒന്ന് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് പുള്ളിക്ക്. പിന്നെ എനിക്ക് മാധ്യമപ്രവർത്തകനായിരുന്നു എന്ന് തോന്നുന്നു, എനിക്ക് അത്ര ഒരു ഉറപ്പില്ല. ഫോട്ടോഗ്രാഫറാണ് എന്ന് വായിച്ചിട്ടുണ്ട് എവിടെ. പുള്ളിയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. പുള്ളി തന്നെ എനിക്ക് 10-12 വർഷം മുമ്പ് എഴുതിയൊരു സാധനമായിരിക്കും ഇത്. അതിൻ്റെ ഒരു എന്താ പറയുക, ഈ ഒരു കാലപ്പഴക്കം വന്നതിൻ്റെ ചെറിയ ചില പ്രശ്നങ്ങൾ ഈ സിനിമയിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. എന്താ പറയുക, അത് പറഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലർ ആയിപ്പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ചില ചെറിയ കാര്യങ്ങൾ, ഇത്തിരി ഒരു പഴക്കം ചെന്ന ചില കാര്യങ്ങൾ ഈ സിനിമയിൽ വന്നു പോകുന്നതായിട്ട് തോന്നി. ഈ സിനിമയിൽ എനിക്ക് തോന്നിയ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലാലേട്ടൻ അല്ലെങ്കിൽ മോഹൻലാൽ എന്നൊരു ആക്ടർ, നമ്മൾ പല ലാലേട്ടൻ സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് പലതും ലാലേട്ടന് വേണ്ടി ഉണ്ടാക്കിയ സിനിമകളായിരിക്കും ചിലപ്പോൾ. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഈ ഒരു സിനിമയ്ക്കുള്ളിലേക്ക്, ഈ ഒരു വേൾഡിനുള്ളിലേക്ക് ലാലേട്ടൻ എൻ്റർ ആവുന്നതായിട്ടാണ് തോന്നിയത്. അങ്ങനെ ഒരു സിനിമ ഈ അടുത്ത കാലത്ത് ലാലേട്ടൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ് കേട്ടോ. പല സിനിമകൾ നമ്മൾ കാണുമ്പോൾ അത് നമ്മൾ ലാലേട്ടന് വേണ്ടി ഉണ്ടാക്കിയ സിനിമ, അതങ്ങനെ വന്നു, അത് നമ്മൾ കാണുന്നു വിടുന്നു. പക്ഷേ ഇത് ആദ്യം ഈ കഥയാണ് ഉണ്ടായത്. അതിലേക്ക് ലാലേട്ടൻ വന്നതിൻ്റേതായിട്ടുള്ളൊരു പോസിറ്റിവിറ്റി നമുക്ക് മൊത്തത്തിൽ ലാലേട്ടനിൽ തന്നെ നമുക്ക് കാണാം. അത്തരത്തിലൊരു ഫ്രഷ്നെസ് നമുക്ക് മൊത്തത്തിൽ ലാലേട്ടനിൽ കാണാൻ പറ്റും. ഇനി ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി, ഷാജികുമാർ സാറാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ. അപ്പം പിന്നെ വേറൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. പുള്ളി എനിക്ക് പറയാൻ വാക്കില്ല, ഗംഭീര വർക്ക് എന്ന് പറഞ്ഞാൽ അതിഗംഭീര വർക്ക്. ഫ്രെയിംസ് സെറ്റ് ചെയ്തിരിക്കുന്നതിലായിരുന്നാലും ലൈറ്റായിരുന്നാലും അടിപൊളി. അതും പോയിട്ട് ഇതിൽ മഴ തന്നെ ഒരു പ്രധാന ക്യാരക്ടറാണ് സിനിമയിൽ. മഴ ഇങ്ങനെ പെയ്ത് നമുക്ക് കാണുമ്പോൾ ചില സിനിമകളിലൊക്കെ മഴ പെയ്യുമ്പോൾ നമുക്കറിയാം ഇത് അവിടെ വെച്ചിട്ട് ഓസ് വെച്ചിട്ട് അടിക്കുന്ന സാധനമാണ്. ഇതിൽ അങ്ങനെ ഒരു ഫീലില്ല. ശരിക്കും റിയലായിട്ടുള്ള ഒരു മഴയുടെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതിൽ സൗണ്ട് ഡിസൈനറും നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ടീസറിലും ട്രെയിലറൊക്കെ കണ്ട തെയ്യം സീക്വൻസൊക്കെ അടിപൊളി. ആ ഫ്രെയിംസും ലൈറ്റ്സും ഒക്കെ, ആ മൂഡ് സെറ്റിങ്ങും ഒക്കെ അടിപൊളി. പ്രത്യേകിച്ച് എനിക്ക് ഇതിൽ ലൈറ്റിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗംഭീര ലൈറ്റിംഗ് ആണ്. ലാലേട്ടനെ കാണാനും ഒക്കെ ആ ഒരു ഫ്രഷ്നെസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ഫ്രഷ്നെസ് കിട്ടാനൊരു കാരണം തന്നെ ഈ ഒരു സിനിമാറ്റോഗ്രാഫിയും ലൈറ്റിങ്ങും ഒക്കെ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ജെയ്ക്സിൻ്റെ BGM-ഉം പാട്ടുകളെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എം പാടിയൊരു പാട്ടുണ്ട്, ഹരിജിയും ഗോകുലും ചേർന്ന് പാടിയൊരു പാട്ടുണ്ട്. ഗംഭീര വർക്കാണ് ജെയ്ക്സ് ബിജോയുടെ, ഗംഭീര വർക്ക്. പുള്ളി എലിവേഷൻ സീനുകളിൽ കൊടുത്തിരിക്കുന്ന BGMs ആയാലും പാട്ടുകളുടെ തന്നെ ഒരു ക്വാളിറ്റി ആയിരുന്നാലും അതിഗംഭീരം, ഒന്നും പറയാനില്ല. പിന്നെ ലാലേട്ടൻ ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്കിൽ വരുമ്പോൾ ഉള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫ്രഷ്നെസ്, ഓരോ ടെക്നിക്കൽ സൈഡിലും ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇതിൽ കുഞ്ഞു കഥാപാത്രങ്ങളായിട്ട് വന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് കാസ്റ്റിങ്ങിനെ പറ്റിയൊന്നും കൂടുതൽ പറയാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അത് തന്നെ ഒരു സ്പോയിലറായി പോകും. കുഞ്ഞു ക്യാരക്ടേഴ്സിൽ വന്നവരുണ്ട്, ഫോട്ടോസിൽ വന്ന് അഭിനയിച്ചവരുണ്ട്. അവരെല്ലാവരും എന്താ പറയുക, ചെറിയ ക്യാരക്ടറാണെങ്കിലും നമുക്കതിനൊരു വല്ലാത്തൊരു ഡെപ്ത് ഫീൽ ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷൻസ് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു ഡയറക്ടറാണ് തരുൺ മൂർത്തി. പുള്ളിയുടെ കയ്യിൽ ലാലേട്ടനെ പോലെ ഇമോഷണൽ രംഗങ്ങൾ ഇത്രയും ഇൻറ്റൻസായിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിവുള്ളൊരു നടനെ കിട്ടിയാൽ എന്തായിരിക്കും? അതാണ് തുടരും. ചില അടിപ്പടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇയാളൊക്കെ എന്തിനാണ് ഇങ്ങനെ വെറുതെ അടിക്കുന്നതെന്ന് തോന്നും. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു സംഭവം അല്ല. നമുക്ക് അത്രയ്ക്കും ഇമോഷണലി നമ്മൾ ഈ കഥയ്ക്കകത്തോട്ട് ഇന്നാവും. സ്പോയിലർ ഇല്ലാതെ പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ എനിക്ക് പറയാൻ ഉള്ളൂ. പടം എന്തായാലും ഗംഭീര പടമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഇനിയിപ്പോൾ അങ്ങോട്ട് എനിക്കോട് ടിക്കറ്റ് കിട്ടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പണ്ട് 2013 ദൃശ്യം എന്താണോ ചെയ്തത് അത് തന്നെയാണ് തുടരും മലയാളം സിനിമ ബോക്സ് ഓഫീസിൽ ചെയ്യാൻ പോകുന്നത്. ഫാൻ ബോയ് സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സിനിമകൾ നമ്മൾ കാണുന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ ലാലേട്ടൻ എന്ന സ്റ്റാറിലുപരി ലാലേട്ടനിലെ ആക്ടറിനെ ഒരു ഫാൻ ബോയ് എങ്ങനെ പുറത്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ബ്യൂട്ടി. ആ ഒരു ബ്രാൻഡ് എങ്ങനെ സ്ക്രീനിൽ കാണിക്കണം, പുള്ളിയെ എങ്ങനെ പ്രസൻറ്റ് ചെയ്താൽ ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെ അറിഞ്ഞ് ചെയ്ത ഒരു സിനിമ തന്നെയാണ് തുടരും. ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇടയ്ക്ക് തോന്നി എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് തുടരും എന്നൊരു പേരിട്ടതെന്ന് തോന്നി. ഈ സിനിമയുടെ ക്ലൈമാക്സ് കണ്ടപ്പോൾ അത് പിടികിട്ടി. കാരണം സിനിമയുടെ അവസാനം എഴുതി കാണിക്കുന്നത് മോഹൻലാൽ തുടരും. ഓക്കെ, അപ്പോൾ ഇതാണ് തുടരും എന്ന സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ. ഇത് നമ്മുടെ ആദ്യത്തെ മൂവി റിവ്യൂ ആണ്. ഇതിനൊരു റിവ്യൂ എന്ന് പറയാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിയില്ല. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിൽ പറയുക. ഈ പരിപാടി ഇനിയും തുടരും. പിന്നെ
ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ആദ്യത്തെ ദിവസം തന്നെ റിവ്യൂ പറഞ്ഞത്. ഇനി എനിക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ എനിക്ക് കണക്റ്റ് ആവാത്ത സിനിമകളാണ് ഞാൻ ആദ്യ ദിവസം കാണുന്നതെങ്കിൽ അതിൻ്റെ റിവ്യൂ ആദ്യ ദിവസം ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ആയിരിക്കും എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകളുടെ റിവ്യൂസ്, അതായത് നെഗറ്റീവ് ആയിട്ട് തോന്നിയ സിനിമകളുടെ റിവ്യൂസ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ.